വളരെ സുപ്രധാനമായ ഒരു രാഷ്ട്രീയ നീക്കം നടത്തിയിരിക്കുകയാണ് നിലമ്പൂർ എം.എൽ.എ. ആയ പി.വി. അൻവർ. പി.വി. അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിരിക്കുന്നുവെന്ന് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായ ട്വീറ്റ് പുറത്തു വന്നിരിക്കുന്നു. എക്സ്റ്റെൻഡിങ് എ വാം വെൽക്കം ടു ശ്രീ പി.വി. അൻവർ എം.എൽ.എ. നിലമ്പൂർ ഹു ജോയിൻ ദി AITC ഒഫീഷ്യലി എന്ന് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ ട്വീറ്റ് വ്യക്തമാക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് കുടുംബത്തിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. AITC ഒഫീഷ്യൽ ഫാമിലി ടുഡേ ഇൻ പ്രസൻസ് ഓഫ് ഓണറബിൾ അഭിഷേക് എന്നാണ് അവർ പറയുന്നത്. അഭിഷേക് ബാനർജി തൃണമൂൽ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവാണ്. ഒപ്പം തന്നെ മമതാ ബാനർജിയുമായി അത്ര അടുപ്പം വെച്ച് പുലർത്തുന്ന നേതാവുമാണ്. അഭിഷേക് ബാനർജിയുടെ സാന്നിധ്യത്തിലാണ് പി.വി. അൻവർ ഈ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. തൃണമൂലിൽ അദ്ദേഹത്തിന് അംഗത്വം നൽകിയിരിക്കുന്നു എന്ന് അഭിഷേക് ബാനർജിയും വ്യക്തമാക്കുന്നുണ്ട്. ഈ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ ട്വീറ്റ് അഭിഷേക് ബാനർജിയും അതേപടി എടുത്ത് ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. വാംസ്റ്റ് വെൽക്കം ടു ശ്രീ പി.വി. അൻവർ, ദി എസ്റ്റീംഡ് എം.എൽ.എ. ഓഫ് നിലമ്പൂർ കേരള ആസ് ഹി ജോയിൻസ് ദി AITC ഒഫീഷ്യൽ ഫാമിലി എന്ന് അഭിഷേക് ബാനർജി പറയുന്നു. His dedication to public service and his advocacy for the rights of the people of Kerala enrich our shared mission of inclusive growth എന്നാണ് അഭിഷേക് ബാനർജി വ്യക്തമാക്കുന്നത്. അതായത് ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഈ പി.വി. അൻവർ എടുത്തിട്ടുള്ള ആ ഒരു നിലപാട് അത് കൂട്ടായി മുന്നോട്ട് പോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും എന്ന് അഭിഷേക് ബാനർജി വ്യക്തമാക്കുന്നു. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസനം എന്ന ഒരു മിഷൻ ഉള്ള ഈ തൃണമൂൽ കോൺഗ്രസിനും കേരളത്തിൽ നിന്നുള്ളൊരു എം.എൽ.എയുടെ അവിടെ അംഗമാകുന്നത് ഗുണകരമാകും എന്നവർ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ പൊതുജന താല്പര്യങ്ങളോട് അദ്ദേഹത്തിൻ്റെ താല്പര്യം, അതിനുവേണ്ടിയുള്ള സമർപ്പണം ഒക്കെ അംഗീകരിച്ചു കൊണ്ടാണ് അഭിഷേക് ബാനർജി ഇത്തരം ഒരു ട്വീറ്റ് നടത്തിയിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പുരോഗതിക്കായി ഒന്നിച്ച് മുന്നേറും എന്ന് വ്യക്തമാക്കുന്നു. ടുഗെദർ വി വിൽ സ്ട്രൈവ് ഫോർ പ്രോഗ്രസീവ് ഇന്ത്യ വെർ എവറി വോയിസ് മാറ്റേഴ്സ് ആൻഡ് എവറി ഡ്രീം ഈസ് റിയലൈസ്ഡ് എന്ന് അഭിഷേക് ബാനർജി പറയുന്നു. എല്ലാ ശബ്ദങ്ങൾക്കും പ്രാധാന്യം ലഭിക്കുന്ന, എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കുന്ന ഒരു പുരോഗമനപരമായ ഒരു ഇന്ത്യയിലേക്ക് ഒന്നിച്ചു നീങ്ങാനുള്ള ഒരു ആഹ്വാനമാണ് അഭിഷേക് ബാനർജി ഇതുവഴി നൽകുകയും ചെയ്തത്. ഏതായാലും അൻവർ നടത്തിയിരിക്കുന്നത് വളരെ തന്ത്രപൂർവമായ ഒരു രാഷ്ട്രീയ നീക്കമാണ്. ഇതിന് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും എന്നത് ഇനി നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്ന ഒരു സംഘടനയുടെ നേതാവായാണ് ഇപ്പോൾ അൻവർ നിൽക്കുന്നത്. സ്വതന്ത്ര എം.എൽ.എ. ആയ അൻവറിന് സ്വാഭാവികമായും ഇത്തരം ഒരു സംഘടന രൂപീകരിക്കുന്നതിന് വന്നതിൻ്റെ സാഹചര്യം കേരളത്തിനറിയാം. അദ്ദേഹം UDFൻ്റെ ഭാഗമാകും എന്ന് ചിലരെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ച് കാണും. പക്ഷേ അത് മുൻ കാലഘട്ടങ്ങളിൽ വളരെ ശക്തമായി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ വളരെ രൂക്ഷമായി വിമർശിച്ച ആളാണ് പി.വി. അൻവർ. അതുകൊണ്ട് തന്നെ UDF പ്രവേശനം അത്ര സുഖകരമായിരിക്കുമോ എന്ന കാര്യത്തിൽ പല കോണുകളിൽ നിന്നും സംശയമുയർന്നു. പക്ഷേ അൻവർ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി മാറും അൻവർ എന്ന കാര്യം വ്യക്തമാണ്. അതിൽ ഇനി കോൺഗ്രസിന് എന്ത് നിലപാട് എടുക്കാനുണ്ട് വരാനിരിക്കുന്ന രാഷ്ട്രീയ ദിനങ്ങളിൽ എന്ന കാര്യം വളരെയധികം നിർണായകവുമാണ്. തൃണമൂൽ നേതാവും MP-യുമായ അഭിഷേക് ബാനർജി അൻവറിന് അംഗത്വം നേരിട്ട് നൽകി എന്നത് അതിൻ്റെ പ്രാധാന്യത്തെ വിളിച്ചോതുന്നു. കേരളത്തിൽ CPM-നോടും മുഖ്യമന്ത്രിയോടുമൊക്കെ യുദ്ധം പ്രഖ്യാപിച്ചാണ് അൻവർ LDF വിടുകയും UDFൻ്റെ പക്ഷത്തേക്ക് നീങ്ങുകയും ഒക്കെ ചെയ്തത്. ഏതായാലും UDFൻ്റെ ഭാഗമാകും അദ്ദേഹം എന്ന ചർച്ചകൾ ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയുള്ള ചില കൂടിക്കാഴ്ചകൾ പുരോഗമിക്കുന്നു എന്ന വിവരങ്ങൾ ലഭിച്ചിരുന്നു. ലീഗ് നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ വളരെ ആളുകളെ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട്, രാഷ്ട്രീയ കേരളത്തെ തന്നെ അമ്പരിപ്പിച്ചുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമായി അൻവർ എത്തുന്നത്. നേരത്തെ പാണക്കാട്ടെത്തുകയും അതുപോലെ തന്നെ സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു അൻവർ. അങ്ങനെയെങ്കിൽ ലീഗിൻ്റെ ഒരു സമ്മർദ്ദം കൂടി ചെലുത്തി UDFലേക്ക് അൻവർ വരും എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിലൊക്കെ അപ്പുറത്തേക്ക് അപ്രതീക്ഷിതമായ ചില രാഷ്ട്രീയ നീക്കങ്ങൾ അൻവർ നടത്തുന്നു എന്നത് ഇവിടെ വളരെയധികം വ്യക്തമാകുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഇതിനെതിരെയുള്ളൊരു സമരത്തിന് നേതൃത്വം നൽകിയതിൻ്റെ പേരിൽ അൻവർ അറസ്റ്റിലാകുകയും അത് വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കൊക്കെ കാരണമാവുകയും ചെയ്തു. അപ്പോൾ രാഷ്ട്രീയ നാടകങ്ങൾ അവസാനിക്കുന്നില്ല. അൻവർ തുടർന്നും തൻ്റെ രാഷ്ട്രീയ നീക്കങ്ങളുമായി ശക്തമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഈ സാഹചര്യം വ്യക്തമാക്കുന്നത്.